ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഫുഡ് സെക്യൂരിറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് നമ്മൾ കുറെ സ്കീംസ് പഠിച്ചു അല്ലെ, PDS, RPDS, TPDS, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ യോജന, ഇങ്ങനെ കുറെ സ്കീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി അതിനകത്ത് ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചാർട്ടാണ്. ആൻഡ് PDS ഏത് കാലഘട്ടത്തിലാണ്, RPDS ഏത് 1992ലാണ്, RPDS മാറിയിട്ട് ടാർഗറ്റഡ് അല്ലെ, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 1997ലായി. അന്ത്യോദയ അന്ന യോജന 2000ൽ വന്നു. അന്നപൂർണ സ്കീം എപ്പോഴാ വന്നത്, 2000ൽ വന്നു. പിന്നെ NFSA നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നു അല്ലെ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് അല്ലെ 2013 വന്നിട്ടുള്ളതാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ എത്രയാണ് വരുന്നത്, ആരൊക്കെയാണ് ഇത് ടാർഗറ്റ് ചെയ്തത്. PDS ആണെങ്കിൽ യൂണിവേഴ്സൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. ഇനി RPDS ആണെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ബാക്ക്വേർഡ് ബ്ലോക്സിന് വേണ്ടിയിട്ട്. ഇനി TPDS ആണെങ്കിൽ പുവർ ആൻഡ് നോൺ പുവർ, APL BPL കാറ്റഗറി ആയിട്ട്. അന്ത്യോദയ അന്ന യോജന ആണെങ്കിൽ പുവറസ്റ്റ് ഓഫ് ദ പുവർ അല്ലെ, ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അന്നപൂർണ ആണെങ്കിൽ ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്. ഇനി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നിട്ടുള്ളത് ഹൗസ് ഹോൾഡ് പ്രയോറിറ്റി നോക്കിയിട്ടാണ്. ഇനി എത്ര എമൗണ്ട് വെച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് എന്നാ. RPDS-ല് PDS-ൽ അങ്ങനെ എമൗണ്ട് ഒന്നും പറയുന്നില്ല. RPDS-ല് 20 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻസ് ആണ് കൊടുത്തത്. TPDS ആകുമ്പോൾ 35 കിലോ വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തത്. ഇനി അന്ത്യോദയ അന്ന യോജനയിൽ 35 കിലോ ഫുഡ് ഗ്രെയിനാണ് കൊടുത്തത്. അന്നപൂർണയിലാണെങ്കിൽ 10 കിലോ അല്ലെ, 10 കിലോ ആണ്, 10 കിലോഗ്രാം ആണ് കൊടുത്തത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം 5 കിലോഗ്രാം പെർ പേഴ്സൺ പെർ മന്ത്. ഒരു പേഴ്സണ് 5 കിലോ അരി, ഒരു മാസം ഒരു പേഴ്സണ് 5 കിലോ അരി എന്നുള്ള കണക്കിലാണ് ഫുഡ് വേണ്ടതെന്നുള്ളതാണ്. അതിന് എത്രയാണ് ഒരു കിലോഗ്രാമിന് എത്ര വെച്ചിട്ടാണ് എമൗണ്ട് എന്നുള്ളതുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇഷ്യൂ പ്രൈസ് എത്രയാണ്, അപ്പം എത്ര രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കേ. 2.34 അല്ലെ, 2 ആ രീതിയിൽ നിങ്ങളെ പ്രൈസും, കോഴ്സ് ഗ്രേഡ് ആണെങ്കിൽ ഇത്ര പൈസ എന്നുള്ള രീതി, വീറ്റിന് റൈസിന് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേബിള് നിങ്ങളുടെ ബുക്കിലുള്ള സെയിം ടേബിൾ തന്നെയാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീം. ആ സ്കീം ഏത് വർഷം വന്നു, ആരൊക്കെയാണ് ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആർക്കൊക്കെ വേണ്ടി ഹെൽപ്ഫുൾ ആയിരുന്നു, എത്ര വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഫുഡ്, അതുപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, ആ ഒരു ടേബിളാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന AAY. Antyodaya Anna Yojana was launched in December 2000. Under the scheme, 1 crore of the poorest among the BPL families covered under the targeted public distribution system were identified. അപ്പം അന്ത്യോദയ അന്ന യോജന 2000-ലാണ് വന്നതെന്ന് നമുക്കറിയാം അല്ലെ. December 2000-നാണ് അത് വന്നിട്ടുള്ളത്. ആൻഡ് under the scheme, 1 crore of the poorest among the BPL family. BPL ഫാമിലിയിലുള്ള പാവപ്പെട്ട 1 കോടി അല്ലെ, 1 crore ആൾക്കാർക്ക് ഇത് കവേർഡ് ആയിട്ട് അല്ലെ, അണ്ടർ ദി ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, TPDS. Poor families were identified by the respective state rural development departments through a BPL survey അല്ലെ. BPL സർവേ നടത്തി, ബിലോ പോവർട്ടി ലൈൻ സർവേ നടത്തി. അങ്ങനെയാണ് ഏതൊക്കെയാണ് പുവർ ഫാമിലീസ് എന്നൊക്കെ മനസ്സിലാക്കി അല്ലെ. പുവറസ്റ്റ് ഓഫ് പുവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണാം അല്ലെ, പാവപ്പെട്ടതിൽ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അപ്പൊ ഒരു സർവേ നടത്തി. ആരാ സർവേ നടത്തിയത്? റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ത്രൂ എ ബിലോ പോവർട്ടി ലൈൻ സർവേ. അങ്ങനെ അവർക്കുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് 2000 ഡിസംബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അന്ത്യോദയ അന്ന യോജന. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൽ എന്താ കൊടുക്കുന്നത്, നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ കണ്ടു അല്ലെ. എന്താ കൊടുക്കുന്നത്? 25 kilograms ഓഫ് ഫുഡ് ഗ്രെയിൻസ് വെയർ മെയ്ഡ് അവൈലബിൾ ടു ഈച്ച് എലിജിബിൾ ഫാമിലി അല്ലെ. 25 കിലോ അല്ലെ, 25 കിലോ ഫുഡ് ഗ്രെയിൻ ആണ് ഓരോ എലിജിബിൾ ആയിട്ടുള്ള ഫാമിലിക്കും കൊടുക്കുന്നത്. ഈച്ച് എലിജിബിൾ ഫാമിലി അറ്റ് എ ഹൈലി സബ്സിഡൈസ്ഡ് റേറ്റ് ഓഫ് ₹2 kg അല്ലെ, 2 രൂപ അല്ലെ, 1 കിലോ അരിക്ക് 2 രൂപ, 2 രൂപയ്ക്ക് 1 കിലോ അരി എന്നുള്ള രീതിയിൽ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
So family at a highly subsidized rate of ₹2 per kilogram for wheat and ₹3 per kilogram for rice. അപ്പൊ 1 കിലോ അരിക്ക് 3 രൂപ, 1 കിലോ ഗോതമ്പിന് 2 രൂപ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഏറ്റവും കിട്ടാൻ അർഹതയുള്ള ആൾക്കാർക്ക്. This quantity has been enhanced from 25 to 35 kgs with effect from April 2002. അപ്പൊ അത് 2000 ഡിസംബറിലാണ് അന്ത്യോദയ അന്ന യോജന വരുന്നത്. ആ സമയത്ത് 25 കിലോഗ്രാം അരിയാണ് കൊടുത്തത്, 25 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻ ആണ് കൊടുത്തത്. 1 കിലോ അരിക്ക് 3 രൂപ, 1 കിലോ ഗോതമ്പിന് 2 രൂപ എന്നുള്ള റേറ്റിലാണ് കൊടുത്തത്. അത് തിരിച്ച് 2002 ഏപ്രിൽ മാസമായപ്പം 25 എന്നുള്ളത് 35 കിലോ എന്നാക്കിയിട്ട് ഉയർത്തി. ഓക്കെ, the scheme has been further expanded twice by additional 50 lakh. അപ്പോൾ 1 crore ഫാമിലീസിനാണ് ഇനീഷ്യൽ ബെനിഫിറ്റ് അല്ലെ, 1 crore പീപ്പിളിന്. അതുപോലെ തന്നെ 50 ലക്ഷം കൂടെ കൂട്ടി BPL ഫാമിലീസ് ഇൻ ജൂൺ 2003. 50 ലക്ഷം അല്ലെ, 1/2 കോടി ആൾക്കാരെയും കൂടി 50 ലക്ഷം ആൾക്കാരെയും കൂടെ കൂട്ടി. And in August 2004, with this increase, 2 crore families have been covered under. അപ്പം അതോടുകൂടി 2 കോടി ഫാമിലീസ് ഈ ഒരു അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന സ്കീം വഴി അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ തുടങ്ങി. അപ്പൊ എന്താ മക്കളെ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്? അല്ലെ, ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതാണ്. പുവറസ്റ്റ് ഓഫ് ദ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് 2000 ഏപ്രിലിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 25 kg ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് 3 രൂപയാണ് 1 കിലോ അരിക്ക് വരുന്നത്, 2 രൂപയാണ് 1 കിലോ ഗോതമ്പിന് വരുന്നത്. ആ രീതിയിൽ കൊടുത്തു. 2 വർഷം കഴിഞ്ഞ്, അതായത് 2002 ആയ സമയത്ത് 25 കിലോ എന്നുള്ളത് എത്രയാക്കി മാറ്റി? 35 കിലോ ആക്കിയിട്ട് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പം ഇനീഷ്യലി 1 കോടി ഫാമിലിക്കായിരുന്നു അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ആയതൊരു 2-3-4 കൊല്ലം കഴിഞ്ഞ സമയത്തേക്ക് എത്ര ഫാമിലീസ്? 2 കോടി ഫാമിലീസിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി. വലിയ കാര്യമല്ലേ അത്? ചെറിയ കാര്യമാണോ? ഇത്രയും കുറഞ്ഞ പൈസക്ക് അല്ലെ, മാർക്കറ്റിൽ 30-40 രൂപ വരുന്ന സമയത്ത് ഇത്രയും കുറഞ്ഞ, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ 25 ആ റേഞ്ചിലായിരുന്നു 1 kgക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ. സോ സബ്സിഡി ഈസ് എ പേയ്മെന്റ് ദാറ്റ് എ ഗവൺമെന്റ് മേക്സ് ടു എ പ്രൊഡ്യൂസർ ടു സപ്ലിമെന്റ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കോമഡിറ്റി. അപ്പൊ അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സബ്സിഡൈസ്ഡ് എന്ന് പറഞ്ഞില്ലേ. സബ്സിഡി ഈസ് എ പേയ്മെന്റ് that the government makes to the producer. ഗവൺമെന്റ് പ്രൊഡ്യൂസറിന് കൊടുക്കുന്നതാണ് to supplement the marketplace of a commodity. Subsidies can keep consumer prices low while maintaining a higher income for domestic producers. അപ്പം സബ്സിഡീസ് കാരണം കൺസ്യൂമേഴ്സ്, അപ്പം ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നതിനനുസരിച്ചല്ലേ അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പൈസ കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലെ, പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ പൈസക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതാണ് സബ്സിഡി കൊണ്ടുള്ള, ഗവൺമെന്റ് അങ്ങനെ സബ്സിഡി കൊണ്ടുവരുന്ന സമയത്തുള്ള ബെനിഫിറ്റ്. അതാണ് ഉണ്ടാക്കുന്ന ആൾക്കാർ, പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പൈസ കുറവും കിട്ടുന്നുണ്ട്. സോ ആ രീതിയിലാണ് സബ്സിഡി എന്ന് പറയുന്നത് സ്കീം പോകുന്നത്. ഓക്കെ, in 2014 the stock of wheat and rice with FCI was 65.3 million tons, which was much more than the minimum buffer norms. However, these maintain consistently higher than the buffer norms. Situation improved with the distribution of food grains under different schemes launched by the government. There is a general consensus that high level of buffer stocks of food grain is very undesirable and can be wasteful. നമ്മൾ കണ്ടുല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹൈ ലെവൽ നമ്മൾ ബഫർ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അൺഡിസൈറബിളും ആണ് അല്ലെ. കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഡിസൈറബിളും ആണ്, വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. The storage of massive food stocks have been responsible for high carrying cost. അല്ലെ, മാസീവ് ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്യാരിയിങ് കോസ്റ്റ്, in addition to wastage and deterioration in grain quality. Freezing of MSP for a few years should be considered seriously. അപ്പൊ നമുക്ക് വേണമെങ്കിൽ freezing of MSP for a few years should be considered seriously.
The increased food grains procurement at enhanced the MSP is the result of the pressure exerted by leading food grain producing states such as Punjab, Haryana and Andhra Pradesh. നിങ്ങൾ സ്റ്റേറ്റുകളൊക്കെ ജസ്റ്റ് പേരുകൾ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ് ആണ്. Moreover, as the procurement was concentrated in a very prosperous regions. Prosperous ആയിട്ടുള്ള regions ആയിട്ട് പറയുന്നത് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് and to a lesser extent to West Bengal, and mainly of two crops, wheat and rice. Increases in MSP has induced the farmers, particularly in surplus states, to divert land from production of coarse grains, which is the staple food of the poor, to the production of rice and wheat. അപ്പം ഫാമേഴ്സിന് അവര് കോഴ്സ് ഗ്രെയിൻസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസും വീറ്റും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷിഫ്റ്റ്. ദ ഇന്റൻസീവ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് റൈസ്. അല്ലെ, റൈസ് കൃഷി ചെയ്യണമെങ്കിൽ, അരി കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയലിലല്ലേ നമ്മൾ അരി കൃഷി, നെൽകൃഷി ചെയ്യുന്നത്. എന്ത് വേണം എന്ന് അതിന്റെ അർത്ഥം? വെള്ളം വേണം അല്ലെ, നന്നായിട്ട് വെള്ളം വേണം. ദ ഇന്റൻസീവ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് റൈസ് ഹാസ് ഓൾസോ ലെഡ് ടു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആൻഡ് ഫോൾ ഇൻ ദി വാട്ടർ ലെവൽ. അപ്പം വെള്ളം കൂടുതലായിട്ട് വേണ്ടി വന്നു, എന്ത് സംഭവിച്ചു? വാട്ടർ ലെവൽ കുറയാൻ തുടങ്ങി. ത്രെറ്റനിങ് the sustainability of the agricultural development in the state. അപ്പം കുറേ നമ്മൾ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞു, വാട്ടർ ഡിഗ്രഡേഷൻ ഉണ്ടായി, പിന്നെ ഫെർദർ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു ത്രെട്ടൻ ഉണ്ടായി അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ റൈസിംഗ് മിനിമം സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ദ റൈസിംഗ് മിനിമം സപ്പോർട്ട്. റൈസിംഗ് മിനിമം സപ്പോർട്ട് പ്രൈസസ് MSP have raised the maintenance cost of procuring food grains by the government. Rising transportation and storage cost of the FCI are other contributing factors in this increase. As per the NSSO report number 558 in rural India, per person per month has declined from. അപ്പം ഈ ഒരു ഡിക്ലൈൻ ഒരു പേഴ്സണ് ഒരു മന്തില് എത്ര kg വേണം, എത്ര എമൗണ്ട് ഫുഡ് ഗ്രെയിൻ വേണം, അതിലുണ്ടായിട്ടുള്ള ഡിക്ലൈനും ഇൻക്രീസും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്ലൈഡിൽ. ആസ് പെർ ദി NSSO റിപ്പോർട്ട് നമ്പർ 558 ഇൻ റൂറൽ ഇന്ത്യ, ദ പെർ പേഴ്സൺ പെർ മന്ത്, ഒരാൾക്ക് ഒരു മാസം ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 6.38 kg വേണമായിരുന്നു ഇൻ 2004-05 കാലഘട്ടത്തിൽ. അത് കുറഞ്ഞു അല്ലെ, 6.38 5.98 kg ആക്കിയിട്ട് കുറച്ചു. അർബൻ ഇന്ത്യയിലാണെങ്കിൽ പെർ പേഴ്സൺ പെർ മന്ത് കൺസപ്ഷൻ ഓഫ് റൈസ് ടു ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 4.71 kg ഇൻ 2004-05 ടു 4.19 kg ഇൻ 2011-12. Per capita consumption of PDS rice has doubled. Consumption of PDS public distribution system വഴിയുള്ള റൈസ് എന്ത് ചെയ്തു? ഡബിൾഡ് ഇൻ റൂറൽ ഇന്ത്യ ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 66% ഇൻ അർബൻ ഇന്ത്യ സിൻസ് 2004-05. അപ്പൊ 2004-05 PDS വഴിയുള്ള കൺസപ്ഷൻ എന്ത് ചെയ്യാണ്? കൂടി. Per capita consumption of PDS wheat has doubled since 2004-05 in both rural and urban area. PDS വഴിയുള്ള ഫുഡ് കൺസപ്ഷൻ എന്ത് ചെയ്തു? ഡബിൾ ആയി. PDS ഡീലേഴ്സ് ആർ സംടൈംസ് റിസോർട്ടിംഗ് ടു മാൽ പ്രാക്ടീസസ്. ഇനിയിപ്പോൾ PDS വഴിയല്ലേ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അതിൽ എന്ത് സംഭവിക്കാം? മാൽ പ്രാക്ടീസസും സംഭവിക്കാം. എന്തൊക്കെ മാൽ പ്രാക്ടീസസ് സംഭവിക്കും? എന്തൊക്കെ മാൽ പ്രാക്ടീസസ്? ഡൈവേർട്ടിംഗ് ദ ഗ്രെയിൻസ് ടു ഓപ്പൺ മാർക്കറ്റ് ടു ഗെറ്റ് ബെറ്റർ മാർജിൻ. അവര് ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യും, അവര് ഡൈവേർട്ട്, റേഷൻ കട നടത്തുന്ന ആൾക്കാരല്ലേ, diverting the grains to open market to get better margin, selling poor quality grains at ration shop. Ration shopil avara poor quality grain vaangite sale നടത്തും. irregular opening of the shop, avara shop തുറക്കൂല, അവർ irregular ആയിട്ട് ഒരു റെഗുലാരിറ്റി ഒന്നുമില്ല, അത് ഫിക്സഡ് ആയിട്ടൊന്നും അവർ തുറക്കൂല, ഫിക്സഡ് ടൈമിംഗ് ഒന്നും വെക്കൂല. ആ രീതിയിൽ അവർ റേഷൻ, അവരുടെ ബെനിഫിറ്റ് എന്ത് ചെയ്യാം, അവർ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്ന രീതിയിൽ മാൽ പ്രാക്ടീസസ് നടത്തുന്നത്. It is common to find that ration shops regularly have unsold stocks of poor quality grains left. അപ്പം
എപ്പോഴും ലാസ്റ്റ് ആയിട്ട് അവിടെ എന്ത് കാണാൻ പറ്റും? അൺക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് അവിടെ കാണാൻ വേണ്ടി പറ്റും, സ്റ്റോക്ക് ആയിട്ട് അവിടെ കിടക്കും. അത് അൺസോൾഡ് ആയിട്ട് അല്ലെ വിൽക്കാതെ അവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. This has proved to be a big problem. When ration shops are unable to sell, a massive stock of food grains piles up with the FCI. In recent years, there is another factor that has led to the decline of the PDS. എന്താ നോക്കിയേ? Earlier, every family, poor and non-poor, had a ration card. നേരത്തെ പാവപ്പെട്ട ആൾക്കാർക്കും പൈസ ഇല്ലാത്ത ആൾക്കാർക്കും പൈസ ഉള്ള ആൾക്കാർക്കും റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, വിത്ത് എ ഫിക്സഡ് കോട്ട് ഓഫ് ഐറ്റംസ് സച്ച് ആസ് റൈസ്, വീറ്റ്, ഷുഗർ എക്സെട്ര. അപ്പം അവർക്ക് റേഷൻ കാർഡ് ഉള്ളതിനനുസരിച്ച് എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുക്കുന്നുണ്ടായിരുന്നു? റൈസ് ആണെങ്കിലും വീറ്റ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു. ദീസ് വെയർ സോൾഡ് അറ്റ് ദ സെയിം ലോ പ്രൈസ് ടു എവറി ഫാമിലി. എല്ലാ ഫാമിലിക്കും എന്താണ്? സെയിം വിലയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്, സെയിം പ്രൈസിൽ. 3 types of cards and the range of prices that you see today did not exist. തുടങ്ങിയ സമയത്ത് പുവർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, പൈസ ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, പൈസ ഉള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും സെയിം റേറ്റിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പുവർ ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ PDS വഴി ഒരേ വിലയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് 3 ടൈപ്പിലുള്ള കാർഡുകളുണ്ട് അല്ലെ. അപ്പൊ ആ കാർഡിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ അല്ലെ, കൂടിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാർക്ക് ഒരു കളറ്, അല്ലാത്ത ആൾക്കാർക്ക് വേറെ കളറ്, ആ രീതിയിൽ കാർഡ് കൊടുക്കും. ആ കാർഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് ആ ഒരു വിലയിലും വ്യത്യാസം വരും, കാർഡിനനുസരിച്ച് അവരുടെ റേറ്റിലും വ്യത്യാസം വരുന്നൊരു രീതിയാണ് ഇന്നുള്ളത്. A large number of families could buy food grains from the ration shop subject to a fixed card. അപ്പൊ നേരത്തെ അത് കുറേ ഫാമിലീസ് അല്ലെ, ലാർജ് നമ്പർ ഓഫ് ഫാമിലീസിന് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു റേഷൻ ഷോപ്പ് PDS വഴി. പക്ഷെ അതെന്തായിട്ട് മാറി? കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറി. These included low income families whose incomes were marginally higher than the BPL families. അപ്പം ഇത് അല്ലെ, അവര് ആരെയാ കൂടുതലായിട്ടും ബാധിക്കുക? പൈസ ഉള്ള ആൾക്കാർക്ക് അത് കുഴപ്പമില്ല അല്ലെ. പൈസ ഉള്ള ആൾക്കാർക്ക് അത് പുറത്തൊന്നും പോയിട്ട് വാങ്ങിക്കാൻ പറ്റും, മാർക്കറ്റ് പ്രൈസിലും പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഏറ്റവും പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ പൈസയൊന്നും ഇല്ല, പക്ഷെ ബിലോ പോവർട്ടി ലൈനിന്റെ ജസ്റ്റ് ആ മാർജിനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ് അല്ലെ. അവർക്ക് മാർക്കറ്റ് പ്രൈസ് അഫോർഡ് ചെയ്യാനും പറ്റുന്നില്ല, പക്ഷെ അവർക്ക് PDS വഴി കിട്ടുകയും ചെയ്യുന്നില്ല. അപ്പൊ ആ രീതിയിൽ അവർക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. Now with TPDS, ഇപ്പൊ TPDS of 3 different prices, any family above the poverty line gets very little discount. ഇപ്പം 3 type കാർഡ് വന്നു. അപ്പൊ ഏതൊരു ഫാമിലിക്കും അബവ് ദ പോവർട്ടി ലൈൻ അല്ലെ, APL കാർഡിലുള്ള ഏതൊരാൾക്കും ചെറിയൊരു അല്ലെ, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചൊരു ഡിസ്കൗണ്ട് അല്ലെ, വളരെ കുറഞ്ഞൊരു പൈസേന്റെ വ്യത്യാസമേ ഉള്ളൂ. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് പോകുന്നത്. Okay, now with TPDS of 3 different prices, any family above the poverty line gets very little discount at the ration shop. The price for APL family is almost as high as open market price. അതായത് ആ മാർക്കറ്റിൽ എന്ത് പ്രൈസ് ആണുള്ളത് അതുപോലെ തന്നെ ഒരു പ്രൈസിലാണ് റേഷൻ ഷോപ്പിൽ എന്ത് ചെയ്യുന്നത്? സെയിൽ പോകുന്നത്. So there is little incentive for them to buy these items from the ration shop. അപ്പൊ അവർക്ക് റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പൊ അവർക്ക് ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ? ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാവുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റിയിൽ കോപ്പറേറ്റീവ്സിന്റെ റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഫുഡ് സെക്യൂരിറ്റി. Cooperatives are also playing an important role in food security in India, especially in the southern and western parts of the country. അപ്പം ഇന്ത്യയുടെ ഇത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ സതേൺ പാർട്ടിലുള്ളതും ഈ വെസ്റ്റേൺ പാർട്ടിലുള്ളതും ഈ 2 ഏരിയയിലുള്ള സ്റ്റേറ്റ്സിലൊക്കെ കോപ്പറേറ്റീവ്സ് ഒരു ഫുഡ് സെക്യൂരിറ്റിയിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. The cooperative society set up shops to sell low priced goods. കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ലോ പ്രൈസ്ഡ് ഗുഡ് ടു പുവർ പീപ്പിൾ. പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് കൊടുക്കും? ലോ പ്രൈസിൽ സാധനങ്ങൾ കൊടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഔട്ട് ഓഫ് all fair price shops running in Tamil Nadu, around 94% are being run by the cooperatives. തമിഴ്നാട്ടില്
എന്താണ് 94% കോർപ്പറേറ്റീവ്സ് റണ്ണിങ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. ഡൽഹിയിൽ മദർ ഡയറി ഈസ് മേക്കിംഗ് സ്ട്രൈഡ്സ് ഇൻ പ്രൊവിഷൻ ഓഫ് മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ടു ദി കൺസ്യൂമേഴ്സ് അറ്റ് കൺട്രോൾഡ് റേറ്റ് ഡിസൈഡഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഡൽഹി. ഇപ്പൊ കൺട്രോൾഡ് റേറ്റിലാണ് മദർ ഡയറി റൺ ചെയ്യുന്നത്. അമൂൽ കേട്ടിട്ടില്ലേ? അമൂൽ ഈസ് അനദർ സക്സസ് സ്റ്റോറി ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ഗുജറാത്ത്. ഗുജറാത്തിലുള്ള മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റിലുള്ള വേറൊരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ആണ് അമൂൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബ്രോട്ട് അബൌട്ട് ദി വൈറ്റ് റെവല്യൂഷൻ ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ വൈറ്റ് റെവല്യൂഷൻ കൊണ്ടുവന്നു. These are a few examples of many more. ഇനി ഒരുപാട് കോപ്പറേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റണ്ണിങ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി, എൻഷുറിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് ഓഫ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അമൂല് പറഞ്ഞു അല്ലെ, മദർ ഡയറി അല്ലെ. സിമിലർലി ഇൻ മഹാരാഷ്ട്ര അക്കാഡമി ഓഫ് ഡെവലപ്മെന്റ് സയൻസ്, അതായത് ADS, മഹാരാഷ്ട്ര ADS അല്ലെ, ഹാസ് ഫെസിലിറ്റേറ്റഡ് എ നെറ്റ്വർക്ക് ഓഫ് NGO. NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഫോർ സെറ്റിംഗ് അപ്പ് grain banks in different region. ADS organizes training and capacity building programs on food security for NGOs in എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും. Grain banks are now slowly taking shape in different parts of Maharashtra. അപ്പൊ ഈ രീതിയിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ADS efforts to set up grain banks to facilitate replication through other NGOs and to influence the government's policy on food security are thus playing rich dividends. The ADS Grain Bank program is acknowledged and as a successful and innovative food security intervention. അപ്പം ഈ ADS എന്ന് പറയുന്നത് എന്താണ്? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ഇന്റർവെൻഷൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മള് കോപ്പറേറ്റീവ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതുപോലെ തന്നെ ADS അല്ലെ, നമ്മൾ ഓരോരോ സ്കീമിനനുസരിച്ച് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് കണ്ടിട്ടുള്ള ADS നമ്മൾ കണ്ടു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഈ ടേബിള് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഈ വന്നിരിക്കുന്ന PDS ആണെങ്കിലും അപ് ടു 1992, RPDS 1992, TPDS 1997 ഇയേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ത്യോദയ അന്ന യോജന 2000, അന്നപൂർണ സ്കീം ആണെങ്കിൽ 2000, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണെങ്കിൽ 2013. ഓക്കെ, പിന്നെ ഇതിന്റെ ടാർഗറ്റ് പീപ്പിൾ PDS ആണെങ്കിൽ യൂണിവേഴ്സൽ ആണ്. RPDS 6 കഴിഞ്ഞിട്ടാണ് T വരുന്നത് കേട്ടോ. RPDS 1992, TPDS 1997. അപ്പം എന്നിട്ട് യൂണിവേഴ്സൽ, ബാക്ക്വേർഡ് ബ്ലോക്സ്, പുവർ, നോൺ പുവർ, APL, BPL, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് ചെയ്ത് വെക്കുക. അതിന്റെ പ്രൈസ്, ഫുഡിന് എത്ര ഉണ്ടായിരുന്നു, ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ആക്ട് ഇമ്പോർട്ടന്റ് ആക്ട് ആണ്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. നിങ്ങൾ ആലോചിച്ച് വെക്കുക. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഡീൽ ചെയ്യുന്നത് എന്താ? ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ ആണ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഫോർഡബിൾ, ആക്സസബിൾ ആൻഡ് അവൈലബിൾ ഫുഡ് അല്ലെ, എല്ലാ ആൾക്കാർക്കും കിട്ടണം. അതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ, ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. നന്നായിട്ട് വായിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടേണ്ട, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ രീതിയിലാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് വേറൊരു പ്രൈസിൽ നമുക്ക് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്ന, ഈ ഒക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത്. നന്നായിട്ട് വായിക്കുക കേട്ടോ. താങ്ക് യു.